ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് ഒരു 40 എബോവ് ഉള്ളവർക്കാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഈ പ്രായത്തിലാണ് നമ്മുടെ സ്കിന്ന് തൂങ്ങാൻ തുടങ്ങുന്നത്. ഇലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് സ്കിൻ തൂങ്ങാൻ തുടങ്ങും. ഇനി സ്കിൻ തൂങ്ങിയവർക്ക് 60 വയസ്സിന് ശേഷമുള്ളവർക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ പാക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്നോ, ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന എക്സ്പെഷ്യലി ക്യാബേജിൽ ഗ്ലൂട്ടാത്തയോൺ ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒത്തിരി പേര് ഇപ്പോൾ ഗ്ലൂട്ടാത്തയോണിൻ്റെ ടാബ്ലറ്റ്സ് വാങ്ങി കഴിക്കുന്നുണ്ട്, ക്രീമുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം അതിൻ്റേത് കൂടെയുള്ളൊരു ഗുണം, അതായത് സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും എല്ലാത്തിനും ഈ പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അതാണ് ആദ്യം ഞാൻ പറയുന്നത്. പിന്നെ ഈ പാക്കിൻ്റെ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും വേറൊരു ഗുണം എന്താണെന്നോ, എല്ലാത്തിലും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട്. പിന്നെ സ്കിൻ ബ്രൈറ്റ് ആവാനും അതുപോലെ സ്കിൻ ടൈറ്റ് ആവുന്നതിനും എല്ലാം ഉള്ള എല്ലാ പ്രോപ്പർട്ടീസും ഇതിലടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത കേട്ടോ. ഇനി ഈ പാക്കിന് എന്തൊക്കെ വേണ്ടതെന്ന് പറയട്ടെ. ആദ്യം നമുക്ക് വേണ്ടത് ക്യാബേജാണ്. ക്യാബേജ് വേണം, അതുപോലെ ക്യാരറ്റ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് എഗ് വൈറ്റാണ്. കൂടാതെ ബാർലിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റൈസ് പൗഡർ എടുക്കാം കേട്ടോ. ഇപ്പോൾ ബാർലിപ്പൊടിയാണ് കുറേ കൂടെ നല്ലത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതായത് ക്യാബേജിൻ്റെ ഒരു ഇല നന്നായിട്ട് കഴുകി ചെറുതാക്കി അരിയണം. അതുപോലെ ക്യാരറ്റും അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്ത് ചെറുതാക്കി അരിഞ്ഞ് മിക്സിയിലിട്ട് നന്നായിട്ട് അത് അരച്ചെടുക്കണം. ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ട് നിങ്ങളത് ജ്യൂസാക്കി എടുത്താലും കുഴപ്പമില്ല. ഇനി അരച്ചെടുത്ത് അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ പിന്നെ ബാർലിപ്പൊടിയും എഗ് വൈറ്റും ഇടുന്നത്. അപ്പോൾ ബാർലിപ്പൊടി നമ്മൾ ആവശ്യത്തിന് അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ ബാർലിപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ റൈസ് പൗഡർ. പിന്നെ എഗ് വൈറ്റ് 2-3 സ്പൂൺ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യണേ. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഈ മിശ്രിതത്തിലിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് അതൊന്ന് ഉണങ്ങുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇതാണ് ഈ പാക്ക്. പിന്നെ ഈ പാക്കിൻ്റെ വേറൊരു ഗുണം എന്താണെന്നോ, നമ്മുടെ സണ്ണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന എല്ലാ ഏരിയയിലും, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ കൈകൾ, കാലുകൾ, പിന്നെ കഴുത്ത്, ഇതെല്ലാം സണ്ണിൽ എക്സ്പോസ് ആവുന്ന ഏരിയ ആണല്ലേ. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം നമുക്കിടാം. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം പിന്നെ സൺ ടാൻ പോകുന്നതിനും സ്കിന്നിൽ തൂങ്ങാതിരിക്കുന്നതിനും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും എല്ലാത്തിനും നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ പാക്ക് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി കേട്ടോ. അധികം ഉണ്ടാക്കിയിട്ട് ചെയ്യേണ്ടത് കഴുത്തിലും കാലുകളിലും കൈകളിലും എക്സ്പോസ് ചെയ്യുന്ന ഏരിയയിലെല്ലാം നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ നിങ്ങൾക്ക് പിന്നെ ടെസ്റ്റ് ചെയ്യണമെന്നല്ല കേട്ടോ. ക്യാബേജൊക്കെ ഒന്ന് അരച്ച്, ക്യാരറ്റ് ഇപ്പോൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ക്യാബേജ് നിങ്ങളൊന്ന് അരച്ച് തലേന്നൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടോളൂ. ഒരു 99% പ്രോബ്ലം ഉണ്ടാവില്ല. എങ്കിലും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം, നല്ലതാണല്ലോ. അതാണ് ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പാക്ക് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരാഴ്ച, പ്രത്യേകിച്ച് നമ്മൾ റെഗുലറായിട്ട് ജോലിക്ക് പോകുന്നവരും അങ്ങനെ പിന്നെ ഓട്ടത്തിൽ വെയിൽ കൊള്ളുന്നവർക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ഇത് ഇട്ടാലുള്ള ഗുണം, ആ ആഴ്ചയിൽ നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാവിധ ടോക്സിൻസും പോകും കേട്ടോ. പലവിധ വിഷാംശങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് അടിഞ്ഞുകൂടും നമ്മൾ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ. അതാ ഒരു കാരണം, നമ്മുടെ സ്കിന്നിലെ ഡാമേജിൻ്റെ ഒരു കാരണം ഈ സൺ ടാൻ ഉപരി അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസും സ്കിന്നിൻ്റെ ടിഷ്യൂസിൻ്റെ അതുപോലെ സെൽസ് ഒക്കെ നശിക്കുന്നതിനും അതിൻ്റെ പിന്നെ റിപ്പയറൊക്കെ സ്ലോ ആവുന്നതിനും ഒക്കെ ഒരു കാരണം ഈ നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാക്ക് ഇടുമ്പോൾ ഈ ഒരാഴ്ച നമ്മളുടെ സ്കിന്നിലൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്ന ടോക്സിൻസിനെ പുറന്തള്ളുന്നതിനും ഈ പാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഓരോ ഇൻഗ്രീഡിയൻസിലും അടങ്ങിയിരിക്കുന്നത് നമ്മൾ അറിയണം കേട്ടോ. നമ്മളെന്ത് നമ്മുടെ മുഖത്തിടുമ്പോഴും എന്തെല്ലാമാണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ക്യാബേജ് എടുത്തതിനാണ്. ക്യാബേജ് എടുത്ത മെയിനായിട്ട് ഒന്നാന്തരം ഡീടോക്സിഫയിങ് ഏജൻ്റാണ്, അതായത് വിഷാംശത്തെ പുറന്തള്ളുന്നത്. പിന്നെ ധാരാളം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം നമ്മുടെ സ്കിന്ന് സാഗിങ്ങിന്, സ്കിൻ
തൂങ്ങാതിരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കറുത്ത പാടുകൾ പോയി, പൊട്ടാസ്യം ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ പോകുന്നതിനും റിങ്കിൾസ് വരാതിരിക്കുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. അതിനാണ് നമ്മൾ കാബേജ് എടുക്കുന്നത് കേട്ടോ. ഇനി പിന്നെ അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്. ഇപ്പോൾ ഒത്തിരി പേര്, ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് ക്യാരറ്റിൻ്റെ ഫേഷ്യലും അതും ഇതൊക്കെ. ക്യാരറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും അതിലുപരി ക്യാരറ്റിൻ എന്നുള്ള ഇതിൻ്റെ ആൽഫ കെരാറ്റിനും ബീറ്റ കെരാറ്റിനും ഒക്കെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവുന്നത് കേട്ടോ. അതുപോലെ തന്നെ ടിഷ്യൂസ് സെൽസിനൊക്കെ റിപ്പയർ ചെയ്യുന്നതിനും മെയിൻ സ്കിൻ റിപ്പയറിങ്ങിന് ഏറ്റവും നല്ലതാണ് ഈ കെരാറ്റിൻ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ക്യാരറ്റ് ഉപയോഗിക്കണേ. പിന്നെ ഉണ്ട് നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്, പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒത്തിരി ഉണ്ട്. പിന്നെന്താ സൺ ടാനിങ്ങിന് ചേർത്ത് നിൽക്കുന്നതിനും എല്ലാത്തിനും ക്യാരറ്റ് നല്ലതാണ്. ഓക്കെ. പിന്നെ അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് എഗ് വൈറ്റാണ്. എഗ് വൈറ്റ് എന്ന് പറയുമ്പോൾ എഗ് വൈറ്റ് സ്കിന്ന് ടൈറ്റ് ആവുന്നത് മെയിനായിട്ട് അതാണ്. സ്കിൻ ടൈറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്കിൻ തൂങ്ങില്ല അല്ലേ, ഇലാസ്റ്റിസിറ്റി കൂടും, സ്കിൻ തൂങ്ങില്ല, റിങ്കിൾസ് വരില്ല. ഇതിലെല്ലാത്തിലുപരി ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം പിന്നെ സ്കിന്ന് ബ്രൈറ്റ് ആവുന്നതിനും സ്കിന്നിന് നല്ല മിനുസാവുന്നതിനും. പിന്നെ വേറൊരു ഗുണമുണ്ട് കേട്ടോ. നമ്മുടെ ചിലവരെ സംബന്ധിച്ച് ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ കൺതടങ്ങൾ തടിച്ച് വീർക്കുക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ, കറുക്കുക, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമാണ് എഗ് വൈറ്റ്. ഓക്കെ. അടുത്തത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബാർലിപ്പൊടിയാണ്. ഈ ബാർലിപ്പൊടിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. മെയിനായിട്ട് ബ്രൈറ്റ് ആവും, ഡാർക്ക് സ്പോട്ട് പോവും, സുഷിരങ്ങളിൽ പിന്നെ എക്സ്ഫോലിയേഷനാണ്, സുഷിരങ്ങളൊക്കെ ക്ലീൻ ആവുന്നതിനും അതുപോലെ സ്കിൻ സ്മൂത്ത് ആവുന്നതിനും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ ഈ നമ്മുടെ റൈസ് പൗഡറിലും ഇതെല്ലാം ഉണ്ട് കേട്ടോ. മെയിനായിട്ട് സ്കിന്ന് റിപ്പയർ ചെയ്യുന്നതിന് ഉള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഐറ്റംസ്, അപ്പോൾ ബാർലിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റൈസ് പൗഡർ എടുക്കാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് മതി. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇതിലെടുത്തിരിക്കുന്നത്. ഇത്രയും ഗുണങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ ഐറ്റംസിലും ഇത്രയും ഗുണങ്ങൾ, ഇത്രയും വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം ഗുണം സ്കിന്നിന് കിട്ടും. അപ്പോൾ എൻ്റെ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണേ. പ്രത്യേകിച്ച് 40 ഇയേഴ്സ് കഴിഞ്ഞവർക്ക് ആഴ്ചയിലൊരിക്കൽ ഇത് ഇടാം. പിന്നെന്താ, പിന്നെ എൻ്റെ കാര്യം പറയട്ടെ, എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇനി ഒത്തിരി പേരുണ്ട് കേട്ടോ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.